വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2. ഇസ്രായേൽ ഹമാസ് യുദ്ധം എവിടെ എത്തുമെന്ന് ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 6:1-2. Everyone open your Bible in this evening. We are going book of Revelation chapter 6 verse 1 and 2. One by side. വെളിപ്പാട് 6:1-2 വാക്യങ്ങൾ വായിക്കാം മക്കളെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എല്ലാവരും ഉലകത്തിന് മുഴുവൻ കടസിക്കാല ചെയ്തികളുമാ പ്രസംഗിക്കുന്ന അതൊക്കെ താൻ വളരെ ഗഗനത്തോടെ ഇരിക്കണം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. കിടക്കുന്ന ഒരു വെള്ള കുതിരയെ കണ്ടു. സമാധാനവുമായി ലോകത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ പോകുന്ന അടുത്ത വാക്ക്, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. ഉലകം അവനൊരു കിരീടം കൊടുക്കും. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് വേൾഡ് റൂളർ, ലോക ഭരണാധികാരി. അതിന് നിങ്ങളുടെ ഗൂഗിൾ അടിച്ചാൽ മതി, ന്യൂ വേൾഡ് ഓർഡർ വരുന്നു. അടുത്തത്, അവൻ ജയിക്കുന്നവനായി പുറപ്പെട്ടു. മതി. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവനൊരു സിംഹാസനവും കിട്ടി, ഒരു വലിയ അധികാരം അവന് കിട്ടി. ജയിപ്പാനുമായി പുറപ്പെട്ടു. തിരുവചനത്തിലെ അവസാന ഭാഗം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനാൽ ചമയ്ക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം. എല്ലാവരും തിരുവചനത്തിനകത്ത് ചില പ്രത്യേകതകൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. വളരെ വേഗത്തിൽ ഈ രാത്രി സന്ദേശങ്ങൾ അവസാനിക്കുക. ശ്രദ്ധയോടെ ഇരിക്കണം. തിരുവചനത്തിന്റെ പ്രത്യേകത, ലൂക്കോസിന്റെ സുവിശേഷം എഴുതി, ദൈവസഭയുടെ ചരിത്രം എഴുതി, മത്തായി സുവിശേഷം എഴുതി, പക്ഷേ ലേഖനവും പ്രവചനവും എഴുതിയില്ല. അത് കഴിഞ്ഞ് ധന്യനായ പൗലോസ് ലേഖ 14 ലേഖനം തിരുസഭയ്ക്ക് വേണ്ടി എഴുതി. അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രത്യേകതയുണ്ട്. 3 കാര്യങ്ങളിൽ കൂടി അവന്റെ കരം ചലിക്കുവാനിടയായി. ഒന്ന്, അവൻ സുവിശേഷം എഴുതി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാണ്ടാകുന്ന ക്രിസ്തുവിനെ അവൻ പരിചയപ്പെടുത്തുന്നു. 2, അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 3, തിരുവചനത്തിലെ അവസാന രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകവും യോഹന്നാൻ എഴുതി. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാൻ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, യോവാൻ അപ്പോസ്തലനോട് ഇങ്ങനെ കേട്ടിരിക്കുന്നത്, உங்களுக்கு சுவிசேஷம் எழுதுவான் எങ്ങനെ கிருபையை കിട്ടിയിരിക്കുന്നത്, ലേഖനത്തെ ചമയ്ക്കുവാൻ എങ്ങനെ കൃപയെ കിട്ടിയിരിക്കുന്നത്, இந்த നാൾക്കളിലെ പ്രവചനത്തെ ചമക്കാൻ എങ്ങനെ കൃപയെ കിട്ടിയിരിക്കുന്നത്. ആത്മീയ മന്ന വെള്ളറടയുടെ ബിരുദമാണോ, ഹരിയാന ഗ്രേസിന്റെ ബിരുദമാണോ, അല്ലെങ്കിൽ കണ്ണമൂല സെമിനാരിയുടെ ബിരുദമാണോ? അതൊന്നുമല്ല. യോഹന്നാൻ അപ്പോസ്തലൻ കരമുയർത്തി പറയൂ, അന്ത്യം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ നാഥന്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ അവൻ കൃപ ചെയ്തു, ലേഖനം എഴുതുവാൻ കൃപ ചെയ്തു, പ്രവചനം എഴുതുവാൻ കൃപ ചെയ്തു. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കാർ മാറും. എന്നാൽ അന്ത്യം വരെ കാൽവരി ദർശനം കണ്ടവനെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 1ാമത് കാരാഗ്രഹത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എഫെസോ സഭയുടെ മുൻപിലേക്ക് വന്നു. പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഡൊമീഷ്യൻ പറഞ്ഞു, 4 ദിവസം കഴിഞ്ഞിട്ട് വേണം വീണ്ടും വരുവാ. 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പടയാളികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പടയാളികളോട് പറഞ്ഞൊരു കാര്യം? സ്തോത്രം. എന്താ പറഞ്ഞത്? 2ാമത്തെ കൽപ്പന, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് യോഹന്നാനെ കൊല്ലുവാൻ. പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനകത്ത് പടയാളികൾ വയോധികനായ യോഹന്നാന്റെ അടുത്തിരുന്നു. പള്ളിയുടെ മുറ്റത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വയോധികനോട് പറഞ്ഞ, അപ്പച്ച ഇന്ന് ലാസ്റ്റ് ഡേ, ആ സുപ്രീം കോടതി തൂക്കിന് വിധിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് നല്ല വസ്ത്രവും നല്ല ആഹാരവും കൊടുക്കുന്നത് പോലെ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ അവർ പറഞ്ഞു, താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് കൊല്ലുവാ. അപ്പച്ചന്റെ മുഖത്തൊരു പുഞ്ചിരി. പടയാളികൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പച്ച ഈ മരണം മുന്നിൽ കാണുമ്പോൾ ഒരു ബന്ധസ്മിത. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭാരമില്ല. നിങ്ങളുടെ ചക്രവർത്തി കത്ത് തരുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദുരാശു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി, അതിനെ വണങ്ങാത്തവരെ 7 മടങ്ങ് തീ കൂട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൂതൻ ഇറങ്ങിയെങ്കിൽ നിങ്ങളുടെ രാജാവ് എത്ര കൽപ്പന ഉണ്ടാകിലും അതിൻ്റെ നടുവിൽ എന്നെ വിടുവിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. വചനം മനസ്സിലാകുന്നവർ ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സിസ്റ്റർ പരാജയത്തോടെ പോകരുത്. ചെറുപ്പക്കാര, ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുൻപായി ദൂതനെ അയക്കുന്ന ദൈവം. പടയാളികൾ വയോധികനായ യോഹന്നാനെ പിടിച്ചു. 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനെ തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തു നിൽക്കുന്നു. 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തല ഉയർത്തി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതയ്ക്കാൻ എനിക്ക് വല്ലതും തരണേ. ഇന്ന് രാത്രി നിന്റെ മരണം കാണുവാൻ
കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കുന്നതിന്റെ പരാജയം കാണുവാൻ ദൂട്ട പിശാച് കാത്തു നിൽക്കുക. എന്നാൽ അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ ശംദുര്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നു? വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് നിന്നെ തകർക്കുവാൻ ദൂട്ട പിശാച് പദ്ധതി വെക്കുന്ന നിന്നെ തകർക്കുവാൻ സൈനിക ഭരണകൂടങ്ങൾ പദ്ധതി വെക്കുന്ന നിന്റെ പരാജയം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കുക. നിന്റെ തല പൊങ്ങുന്നത് കാണാതിരിക്കാൻ ദൂട്ട പിശാച് പദ്ധതി വെക്കുക. അതിന്റെ നടുവിൽ നിന്ന് യോഹന്നാൻ ഉയർത്തുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് നൽസൈതി കൂട്ടങ്ങളുടെ രണ്ടാമതിരവ് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ ഭരതനം കാണാനിരിക്കുന്നവരുടെ നടുവിൽ നിന്നെ പൊന്നു പോലെ ഉയർത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, നിന്റെ പിള്ളകളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ പൊന്നുപോലെ മാനിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു കത്തിക്ക് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു എണ്ണ കിണറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന അമ്മച്ചി പറ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ പുരയ്ക്കകത്ത് ഇറങ്ങുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പച്ച ഇന്ന് രാത്രി കരം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവസഭയിൽ ഞാൻ മുട്ടുമടക്കിയത് ദൈവദാസന്മാർ തലയിൽ കൈവച്ച ദൂതിന്റെ മറുപടി എന്റെ വീട്ടിനകത്ത് ഇറങ്ങുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. സാധാരണ ദൈവമല്ല. ഇന്ന് രാത്രി നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയ ദൈവ. സഹോദരി എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ, ചെറുപ്പക്കാരായി എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ, ദൂരത്ത് നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവ. ഇന്ന് രാത്രി വിളിച്ചവർ ആകാശത്തിൽ കയറിയാലും അവന്റെ കരം എന്നെ തേടിയെത്തും. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക്ക വിരിച്ചാൽ അവന്റെ കരം എന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി ദൂട്ട പിശാച് നടുങ്ങട്ടെ. പള്ളികളിൽ പറ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീട്. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരാ നിന്റെ ദൈവ? കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ നീ ആരാധിക്കുന്ന ദൈവ. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ആകാശത്ത് നിന്ന് ഉൽക്ക വീഴട്ടെ. ഇയ്യോബിന്റെ ഭവനത്തെ വേലികെട്ടി കാത്ത ദൈവ നിന്റെ ഭവനത്തെ കാക്കും. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് അതുകൊണ്ട് ഇന്ന് രാത്രി ദേശം നടുങ്ങട്ടെ. ദൂട്ട പിശാച് തകരട്ടെ. കരമുയർത്തി പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ, സിംഹത്തിന്മേലും ആണലിന്മേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയ. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. 2025 യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ദൈവം പരാജയങ്ങളുടെ ദൈവമല്ല, വാഗ്ദത്തമുള്ളവനെ തകർക്കുക. ഇന്നലെ രാത്രി ഞാൻ ദാവീദിന്റെ വാഗ്ദത്തം പറഞ്ഞ സ്തോത്രം. അബ്രഹാമിന്റെ തലമുറയായി ഒരുവനുണ്ടായിരുന്നു ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന്റെ തലമുറയായി യാക്കോബ്. യാക്കോബിന്റെ തലമുറയിൽ ഒരു പൈതലുണ്ടായിരുന്നു യോസഫ്. യോസഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവനെ അപ്പനോട് സ്തോത്രം എന്താ പറയുന്നതെന്നറിയാമോ? ചേട്ടന്മാരെ പറ്റി നുണയൊക്കെ പറയുമായിരുന്നു. പിന്നെ കുമരി മാവട്ടത്തെ അരുമയാണ് ഒരു കൂട്ടത്തൊക്കെ പോയിരിക്കുന്നത്. അവനൊരു സ്വപ്നത്തെ കടച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന കാലത്തെ പറ്റി. അതെല്ലാം പറഞ്ഞപ്പോൾ ഒരു നിലയെങ്കിലും കിട്ടി. ആ സമയത്ത് ആ ചേട്ടന്മാരെല്ലാം കൂടെ എവിടെ പോയെന്നറിയാമോ? നമ്മുടെ തേക്കുപാറ പോയി അമ്പൂരിക്ക് അടുത്ത് ആട് മേയ്ക്കാൻ പോയി. സ്തോത്രം. യോസഫ് അപ്പൻ്റെ കൂടെ വീട്ടിലായിരുന്നു. അന്നേരം കോവിഡ് വന്നേ. കേരളത്തിലെ പോലീസുകാർ പെർമിഷൻ കൊടുക്കത്തില്ല, തമിഴ്നാട്ടിലോട്ട് പോകാനും വയ്യ. ആ സമയത്ത് കോവിഡ് കേസ് 36,000 കുറഞ്ഞപ്പോൾ നല്ല കാവൽത്തുറ അധികാരികളിൽ നിന്ന് നല്ല പെർമിഷനുമായിട്ട് യോസഫ് പോയി. യോസഫ് എവിടെ കാണാൻ പോയി? ചേട്ടന്മാരെ തേക്കുപാറ മലയിൽ പോയി. താഴെ നിന്ന് പെട്ടിയാട്ടോയി വരുന്ന കണ്ടപ്പോഴേ ചേട്ടന്മാർ പറഞ്ഞു, അങ്ങോട്ട് ഉപദേശിമാർ പറയുന്നത് പോലെ ഈ സ്ഥലം മാറ്റത്തിന് പുള്ളിയെ ഒതുക്കണം. സന്തോഷമില്ലല്ലോ? സ്വതന്ത്രഭാഷമാർ ചെവി പറയുന്നത് കേട്ടിട്ടില്ലയോ? ഈ സ്ഥലം മാറ്റത്തിന് ചേട്ടന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒതുക്കണം. പാവപ്പെട്ട യോസഫിനെ എന്തു ചെയ്തെന്നറിയാമോ? പെട്ടിയാട്ടോ ഇന്ന് സാധനങ്ങളെല്ലാം പേടിച്ചപ്പം കൊടുത്ത നിലയെങ്കി എല്ലാം വലിച്ചൂര് പാവപ്പെട്ട കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? പൊട്ടക്കിണറ്റിനകത്തിട്ടു. ചേച്ചി ഇന്ന് രാത്രി പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത എന്താ? പല്ലിയുണ്ട്, പാമ്പുണ്ട്, ചെരുപ്പിൻ്റെ വാറുണ്ട്, പോയവൻ്റെ അസ്ഥികൂടമുണ്ട്. വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ ചേട്ടന്മാര് തള്ളിയാലും നിന്നെ ഉയർത്തുവാൻ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയത്തോട് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകരുത്. നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഏത് പൊട്ടക്കിണറ്റിൽ നീ വീണാൽ സ്വർഗത്തിന്റെ കോവണി നിന്നെ ഉയർത്തും. തീർന്നില്ല. രണ്ടാമത് അവൻ എവിടെ ചെന്നു? അടിമച്ചന്തയിൽ ചെന്നു. ഓ ഹല്ലേലൂയ. പനച്ചുമൂട് മാർക്കറ്റിനകത്ത് കൊല തൂക്കുന്നത് പോലെ പാവപ്പെട്ട യോസഫിനെ മിദ്യാന്യക്കാർ തൂക്കി. അപ്പന് പറഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞില്ല, ചേട്ടന്മാരെല്ലാം കള്ളരേഖ ചമച്ച് സകല സ്വത്തുക്കളും എല്ലാം കൈക്കളിലാക്കി. അതിനുശേഷം എന്താ ചെയ്ത്? 3 പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ
இடத்துல போய் நல்ல அருமையான பவன் അവിടെ நல்ல ஆண்டி இருக்குது. ஆண்டி நல்ல மொபൈലും കൊടുത്ത് നല്ല சாப்பாടും എല്ലാം കൊടുത്ത് പുതു വീട്ടുക്ക് വാസലിൽ നല്ല പാട്ടുമേ കൊടുത്തു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നേ ആൻറ്റിയുടെ മൊബൈൽ ഞെക്കി വാട്സപ്പ് അടിച്ച് അങ്ക നിന്നേനെ. പക്ഷെ യോസഫിന് പിടികിട്ടി ഈ ആൻറ്റിയുടെ കൂടെ നിന്ന രക്ഷയില്ല. യോസഫ് മതിൽ ചാടി. പള്ളികൾ ഭാഷയിൽ പറഞ്ഞ ആൻറ്റിയുടെ പേശി കയ്യിൽ കിട്ടി. അതുകൊണ്ട് ആ കേസ് പോയതില്ലെന്നുണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ലായിരുന്നു. സ്വോത്രം. യോസഫ് വിചാരിച്ച് പേശി പോയാലും വേണ്ടിയല്ല രാമചന്ദ്രൻ സിൽക്കിൽ നിന്നൊരു പേശി മേടിക്കാം. സ്വോത്രം. അതൊക്കെ താൻ അവൻ കാരാഗ്രഹത്തിൽ പോയി. കാരാഗ്രഹത്തിൽ എന്താ ചെന്നത്? അവിടെ ചെന്നപ്പോൾ പട്ടിണിക്കഞ്ഞി കുടിക്കുക. പക്ഷെ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് വീണ അവനെ എതിരേൽക്കുവാൻ അന്തപുരത്തിനകത്തിരിക്കുന്നവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് വീണ അന്തപുരത്തിരിക്കുന്നവനെ കൊണ്ടുവരുന്നത് നിന്റെ നിരൂപണങ്ങളെ മാറ്റി എഴുതുവാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാം ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ദൈവം. ഇന്ന് രാത്രി കരമുയർത്ത സഹോദരി, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസന. നീ പൊട്ട കിണർ കൊണ്ട് പരാജയപ്പെടരുത്. ചെറുപ്പക്കാരാ, അടിമച്ചന്തയിൽ നാട്ടുകാർ നിന്നെ തള്ളു. ചെറുപ്പക്കാരാ, അപമാനിതനായി ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് വരെ സൂചിച്ച യോഗത്തിൽ പിന്മാറി പോകരുത്. കാരാഗ്രഹത്തിൽ നീ കിടക്കുമ്പോൾ ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ മറന്നു പോകും. നീ പട്ടിണി കഞ്ഞി കുടിച്ച് പളുകൾ കിടക്കുമ്പോൾ നീ അറിയാതെ ഒരു സീറ്റ് സ്വർഗത്തിലെ ദൈവം നിനക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പറവോന്റെ കൊട്ടാരത്തിനകത്ത് നിന്റെ കാലുകളെ ധരിപ്പിക്കുക. സ്വർണ്ണ സരിപ്പളയും വെച്ചിരിക്കുക ഇന്ന് രാത്രി. അതുകൊണ്ട് പറയണ, ചേട്ടന്മാര് വിചാരിച്ച് പുറത്തു വരത്തില്ല, നാട്ടുകാർ വേറെ വിചാരിച്ചു പുറത്തു വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി യോസഫിനെതിരെ ആരൊക്കെ മതിൽ കെട്ടിയെങ്കിൽ ആ മതിലിനകത്തുകൂടി അവനെ പുറത്തേക്ക് കൊണ്ടുവരുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കരം ഉയർത്തുന്നവർക്ക് ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെങ്കിൽ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളി പോലെ നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ആര് കരമുയർത്തും ഒരു വൃക്ഷമായാൽ ഇന്ന് രാത്രി പളുകളിൽ പ്രത്യാശ ഉണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിന്റെ കുറ്റി കെട്ടുപോയാൽ, കൊമ്പുകൾ നിലത്ത് വീണാൽ, നാട്ടുകാർ പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ല, പിശാച് പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ പ്രാർത്ഥനയുടെ കണ്ണുനീർ കൊണ്ട് മുളകളെ പൊട്ടിക്കുന്നവനാ. കഴിഞ്ഞ നാളുകളിൽ പിശാച് നിനക്കെതിരെ പോരാടിക്കൊണ്ട് നിന്നെ തകർത്തുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരാതെ പദ്ധതി വെച്ചുകൊണ്ട് കാരാഗ്രഹ സമമായി തള്ളിവെച്ചങ്ങ് ഇന്ന് രാത്രി പറയണ, അന്തപുരത്തിനകത്ത് യോസഫിന് വേണ്ടി ഒരു ചെയർ ഒരുക്കിയതുപോലെ എന്റെ കണ്ണുനീരിനൊരു മറുപടി ഉണ്ട്. കരമുയർത്തുന്നവർക്കായി കഠിനത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും വർദ്ധിപ്പിച്ചങ്ങ് ഇന്ന് രാത്രി പറയണ, പരാജയം കാണാനിരിക്കുന്നവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം. എന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവ് എന്നെ മാനിക്കുന്ന ഒരു ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ, എന്നും പൊട്ടക്കിണറല്ല, എന്നും അടിമ ചന്തയല്ല, എന്നും പൊത്തിപേറിന്റെ ഭവനത്തിൽ അപമാനിതനല്ല, എന്നും കാരാഗ്രഹത്തിലല്ല, അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരു അന്തപുരം ഒരുക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പറ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് പരിസമാപ്തിയിലേക്ക് വരുന്നു. ഹബക്കൂക്കിനോട് ചേർന്ന് കൊണ്ട് പറ, അത്തിവൃക്ഷം തളിക്കയില്ല, മുന്തിരിയിൽ ഫലം കാണുകയില്ല, ഗോശാലകളിൽ കന്നുകാലി കാണത്തില്ല. എന്നാലും ഇന്ന് രാത്രി പറ, യഹോവയിൽ ഞാൻ ആനന്ദിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് പറ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അവിടെ നിന്ന് യോസഫ് തല ഉയർത്തുന്നു. അവിടെ നിന്ന് യോഹന്നാൻ തല ഉയർത്തുന്നു. ആ വയോധികനെ ഇവിടെ വീണ്ടും കൊണ്ടുപോയി എഫെസോസിൽ കൊണ്ടുപോയി അവസാനമായിട്ട് നാട് കടത്തുന്ന ഗ്രീസിലെ ഏതൻസിനകത്ത് തേംസ് നദിയുണ്ട്. അവിടെ 16 മൈൽ നീളം 10 കിലോമീറ്റർ വീതിയിൽ കിട്ടുന്ന ഒരു ദ്വീപ്. ആ പൂവാർ ഐലൻഡ് കിട്ടുന്ന പോലെ പത്മോസ് ദ്വീപ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്തേക്കാ വയോധികനായി യോഹന്നാനെ കൊണ്ടുപോയത്. കൈകാലുകൾ ബന്ധിച്ച് പോലീസ് ജീപ്പിനകത്തുനിന്ന് തള്ളിയിടുന്നത് പോലെ വയോധികനായി യോഹന്നാനെ തള്ളിയിട്ടു. കാരാഗ്രഹത്തിൻ്റെ പാളികൾ തുറന്നു. വയോധികൻ കാണുന്നത് 5 കാര്യങ്ങൾ. ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരിന്ത് തലയോട്ടിയുടെ ദുർഗന്ധം. ആ സമയത്ത് അപ്പച്ചൻ മുട്ടുമടക്കി. ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും.
മകനെ മകളെ, ആരും സഹായത്തിനില്ലാതെ വരും. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കരമുയർത്തുന്നവർക്കായി. കഴുകൻ നിനക്കെതിരെ പറന്നാലും, പരുന്ത് നിന്നെ കൊത്താൻ ശ്രമിച്ചാലും, പാറക്കൂട്ടങ്ങൾ നടുവിൽ കടന്നാലും, അസ്ഥിക്കഷങ്ങളുടെ ദുർഗന്ധം നിന്റെ മൂക്കിലേക്ക് വന്നാലും, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. കരമുയർത്തുന്നവർക്കായി. തമ്പേറില്ല, കീബോർഡില്ല, പാട്ടുപാടാൻ ആളില്ല, മുട്ടുമടക്കി നിലവിളിക്കുന്നവന്റെ കണ്ണുനീരിന് വേണ്ടി പത്മോസിന്റെ ഏകാന്തത സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. പന്തലകത്തും കരയുവാൻ തയ്യാറുണ്ടെങ്കിൽ വീട്ടിൽ ഭവനത്തിലെത്തുന്നതിന് മുമ്പ് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ വയോധികനായ യോഹന്നാന്റെ കണ്ണുനീരിനകത്തിറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്വർഗം തുറന്ന് കണ്ട കാഴ്ച. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി ആദ്യനന്ത്യം, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നിക്ക് പുറത്തു വരുന്ന ലോകത്തിൻ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോക്കാലിപ്സ് 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 സഭയുമിടിൽ അനന്തര സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാണ്ട് മുദ്രകൾ പൊട്ടിക്കുന്നു. ദൈവസഭ എടുക്കപ്പെട്ടാൽ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. കൃപായുഗത്തിൽ നാം എത്തിയിരിക്കുന്നു. 1ാമത്തെ യുഗം. ശ്രദ്ധയോടെ ഇരിക്കണം. ആദിയിൽ ദൈവം ആകാശവും, അതിന് പിൻപിൽ ഒരു യുഗമുണ്ടായിരുന്നു. അനാദിയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതന്മാരുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, പരരശ്മി. അവൻ ദൈവത്തോട് മറുതലിച്ചു. അവൻ പറഞ്ഞു, അത്യുന്നതനായവന്റെ സിംഹാസനത്തിൽ ഞാൻ കയറും, സ്വർഗസമമായി അവിടെ വാഴും. അങ്ങനെ തേജസ് നഷ്ടപ്പെട്ടു. അതാ യെശയ്യാ പ്രവചനം. മരണോദയപുത്രനായ ശുക്രാ, നീ വേട്ടേറ്റ് വീണത് അങ്ങനെ അവനാ പിശാചായത്. അതുകൊണ്ട് നമ്മളൊരു പാട്ടുപാടും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതെ ഉള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചതെനിക്ക്. 2ാമത്തെ യുഗമാ നിൽക്കൽമഷ യുഗം. ഏതെന്റെ പൊങ്കാവനത്തിൽ ആദമ്യ കുടുംബത്തെ അടക്കി പാടുക, പെറ്റുവരുക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം കൊടുക്കുമ്പോൾ നന്മയുടെയും തിന്മയുടെയും ഫലമായ ഒരു വൃക്ഷത്തിന്റെ ഫലം അവിടെ വെച്ചിരുന്നു. സർപ്പം കവ്വയെ ഉപായത്തിൽ ചതിച്ചു. അതിനുശേഷം സർപ്പം ആദമിനെ പല പ്രാവശ്യവും പിടിക്കാൻ നോക്കി. ആദം പറിച്ചു മൂട്ടി ചന്തയിൽ പോകുന്ന കണ്ടിട്ട് അമ്മാമ്മയുടെ വാട്സപ്പ് വഴിയോ ലണ്ടനിൽ പോകാം, കറുത്ത കാറ് വെളുത്ത പെണ്ണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട അമ്മാമ്മയോട് പറഞ്ഞു. പിന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞു, മൊത്തം തിന്ന് തീർക്കുന്ന അച്ചായം വരുമ്പോൾ 50-50 വെച്ചേക്കണം, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ആദം പറഞ്ഞ, നീ തന്ന സഹോദരി തന്ന് ഞാനും തിന്നു. സ്വോത്രം. രക്ഷയുടെ തേജസ് അവിടെ നഷ്ടപ്പെടുത്തി. അതിൻ്റെ പേരാ നിൽക്കൽ മക്ഷയുഗം. പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പുറത്തു പോകുമ്പോൾ കരുണാമയനായ ദൈവം ഉയരത്തിൽ നിന്ന് ചോദിക്കുന്നു, ആദമേ നീ അവിടെ. എന്നും മനുഷ്യ സൃഷ്ടിയെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഈ കൺവെൻഷനിൽ ഞങ്ങൾ ഉയർത്തുന്നത്. നിൽക്കൽ മഷയുക. 3ാം യുഗം മനസാക്ഷി യുഗ. 2 മക്കൾ, ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 പിന്നാഴികയും നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കായീൻ, ഹാബേൽ. നിലത്തെ ആരാധനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ വന്നു. കായീൻ മേൽത്തരമായ വിഭവങ്ങൾ കൊണ്ടുവന്ന്. ചില സൺഡേ ക്ലാസ് ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, കായീൻ എന്താ കൊണ്ടുവന്നത്? സ്വോത്ര എലി കടിച്ച കാച്ചിലൊക്കെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നും ബൈബിളിലില്ല. അവൻ കൊണ്ടുവന്നത് മേൽത്തരമായ വിഭവങ്ങളാണ്. സ്വോത്രം. പക്ഷെ അതിന് ജീവനില്ലായിരുന്നു. ഹാബേൽ ചർച്ചിൽ കൊണ്ടുവന്ന ഒരു കുഞ്ഞാട് ഇന്ന് നമ്മുടെ അണക്ക് മിണ്ടാതിരുന്ന ദൈവം എന്ന് പറയത്തില്ല, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ പെന്തിക്കോസുകാരുടെ ആരാധനയെല്ലാം പോയില്ലയോ? വെറ്റിലക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലായി നമ്മുടെ ആരാധന. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒന്നേ ദൈവസഭയിൽ ആരാധിച്ചോളോ, സ്വർഗം സന്തോഷിക്കണം. ഒന്നേ നിങ്ങൾ പാട്ടുപാടിയോളോ, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ മാറണം. ഒന്നേ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോളൂ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. വ്യവസ്ഥയിലുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. ആദ്യത്തെ കുവൈറ്റ് ഇറാഖ് യുദ്ധമല്ല, സ്വന്തം സഹോദരനെ വെട്ടിക്കൊല്ലുന്നു. മനസാക്ഷിയുഗം. 4 ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ ദൈവം കൊണ്ടുവരുന്നു. 750 പ്രമാണം, 10 കൽപ്പന. ഇസ്രായേൽ എന്ത് ചെയ്യണം, എന്ത് കുടിക്കണം, പുറകെ പ്രസംഗിക്കുക. ന്യായപ്രമാണത്തിന്റെ കൽപ്പലകൾ വലിച്ചെറിയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയ ഒരുവൻ വരുന്നു, സ്നാപക യോഹന്നാൻ. അടുത്തതാ സങ്കലന യുഗം. ബൈബിൾ എല്ലാവരും കൂടെ തന്നെ സഞ്ചരിക്കണം. ബൈബിൾ 66 പുസ്തകങ്ങൾ. ബൈബിളിനകത്തൊരു മിനി ബൈബിൾ ഉണ്ട്. അതാ യെശയ്യാ പ്രവചനം 39 അധ്യായം, 66 അധ്യായങ്ങൾ, 39 നിഴലും 40 മുതൽ പൊരുളുക. ബൈബിളിലെ മിനി ബൈബിൾ. 40 തുടങ്ങുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദുർഘടപാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. എന്താ വിളിച്ചത്? സർപ്പസന്തതികളെ. ഇന്ന്
ഞങ്ങൾ അരുമയാന മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് സഭയിൽ വരുന്നില്ല. സ്വോത്ര സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ പാസ് പോലും കാണത്തില്ല സഭയിൽ. എങ്ങനെ ഇരിക്കുന്നു? യോഹന്നാൻ്റെ ഒറ്റ വിളിയായിരുന്നു സ്വോത്രം. സങ്കലയുഗത്തിൻ്റെ അവസാന കണ്ണിയായി യോഹന്നാൻ്റെ താലത്തിൽ ഇറക്കപ്പെടുമെന്ന് സ്വർഗത്തിനറിയാം. അതുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂതലത്തിലേക്ക് എൻ്റെ നാഥൻ വന്നു. സങ്കലനയുഗത്തിൻ്റെ പരിസമാപ്തിയിൽ തിരുവെഴുത്തിൻ പ്രകാരം 33 തിരുവയസ്സിൽ അവൻ കാൽവറിയിൽ പരമയാഗമായി. തിരുവെഴുത്തിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40-ാം ദിവസം ഒലിവുമലയിൽ അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. ആ മേഘത്തിനകത്ത് നാഥൻ എടുക്കപ്പെട്ടു. ആകെ പരിഭ്രാന്തരായ ശിഷ്യന്മാർ താടിക്ക് കൈ കൊടുക്കുമ്പോൾ 2 ദൂതന്മാർ വന്നു. അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. യേശു പറഞ്ഞു, യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ പോകുവിൻ. ഗലീലയിലെ മീൻപിടുത്തക്കാരെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. യേശു പോയതുപോലെ മടങ്ങി വരും. 6-ാമത്തെ യുഗമാ കൃപായുഗം. യോവേൽ എന്ന പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും. പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിൽ കീഴ് ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. കൃപായുഗം തുടങ്ങിയത് TPM-ലല്ല. കൃപായുഗം തുടങ്ങിയത് IPC-യിലല്ല. കൃപായുഗം തുടങ്ങിയത് പുത്തരിക്കണ്ടത്തല്ല, ഇരുമ്പലിയൂരല്ല, തിരുവല്ലയിലല്ല. പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ സഖിയോൻ മാളിക മുറിയിൽ 107 വിശ്വാസികൾ. യേശുവിൻ്റെ അമ്മ മറിയ, യൂദയ്ക്ക് പകരം വേറൊരുവൻ കയറി മത്തിയാസ്. 120 പേർ ഒരുമിച്ചിരിക്കുമ്പോഴാ ആ ദൈവിക സാന്നിധ്യം ഇറങ്ങുന്നു. കൃപായുഗം. ഈ കൃപായുഗം തീരാറായി. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി.